Hi, hello, welcome back to Thatumasi YouTube channel. Thank you so much for your support. നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ നന്ദിയുണ്ട്. നിങ്ങളോട് മനസ്സൊന്ന് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അറിയിക്കുകയാണ് ഫോർ ദ ഗുഡ് കമൻറ്റ്സ് സജഷൻസ് എല്ലാത്തിനും. ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ ഈ ഒരു ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ അജണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ തീം എന്തായിരിക്കും ഈ ഒരു മാസം, നിങ്ങളുടെ ഓവറോൾ ഒരു എനർജി എന്തായിരിക്കും, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ നിങ്ങളുടെ കരിയർ, റിലേഷൻ, പിന്നെ ഫിനാൻസ്, മാരേജ്, ഹെൽത്ത്, ഇതൊക്കെ എങ്ങനെയായിരിക്കും. ആൻഡ് ഓൾസോ ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ്, ഒരു അഡ്വൈസ് മെസ്സേജും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഒരു റീഡിങ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കാർഡ് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 1. സ്റ്റെബിലിറ്റി ആണ് വരുന്നത്. നമ്മൾ പ്ലേസസ് ആണ് വെച്ചിരിക്കുന്നത്. ആഫ്രിക്ക ആൻഡ് ട്രാൻസ്ഫോർമേഷൻ നമ്പർ 40. ദിസ് ഇസ് പേർഷ്യ ആൻഡ് സ്ട്രെങ്ത് ആണ് തേർഡ് കാർഡ്. 38 ആണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ഫ്രാൻസ്. ഓക്കെ, സോ ഇതിൽ ഏത് പ്ലേസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല ഇതിൽ ഏതെങ്കിലും നമ്പർ വെച്ചിട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല ഈ കാർഡിന്റെ തീം വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. ഇനി ഈ കാർഡ്സിന്റെ പിക്ചേഴ്സ് കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം. ഇൻഡ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് മന്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ദിസ് കാർഡ് ഇസ് ഫോർ യുവർ ഓവറോൾ തീം, ഓവറോൾ എനർജി. ഈ ഒരു മാസം നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് എങ്ങനെയായിരിക്കും നിങ്ങളുടെ എനർജി എന്നുള്ളതാണ്. ഫ്ലമിംഗോ സ്പിരിറ്റ് വന്നിട്ടുണ്ട്. വാട്ട് ക്യാൻ യു എക്സ്പെക്ട്, സ്പെസിഫിക് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് വൗ, മിറാക്കിൾസ്. വൗ, നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം കാണണം. ആബണ്ടൻസ്. വൗ വൗ. നമുക്ക് ടാരോ ചാൻസും കൂടെ എടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു മാസം എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന്. ഓക്കെ, I'll take 1 card for your career. നിങ്ങളുടെ കരിയർ ഈ ഒരു മാസം കാർഡ് വീണിട്ടുണ്ട്. ദിസ് ഇസ് ഫോർ യുവർ കരിയർ ആൻഡ് നിങ്ങളുടെ ഫിനാൻസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, മാരേജ്, ഹെൽത്ത്, ഫിസിക്കലി ആൻഡ് മെന്റലി. ആൻഡ് നമുക്കൊരു അഡ്വൈസ് കാർഡ് കൂടെ എടുക്കാം. പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, നമുക്ക് ഓവറോൾ തീമായിട്ട് വന്നിരിക്കുന്നത് ഫ്ലമിംഗോ സ്പിരിറ്റ് ആണ്. അതായത് എംബ്രേസ് ദ ഇൻ ബിറ്റ്വീൻ. കാര്യങ്ങൾ എന്തായിരുന്നു പാസ്റ്റിൽ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്നാൽ ഇനി മുന്നോട്ട് എന്താണ് നിങ്ങൾക്ക് അറിയില്ല, അൺസർട്ടണിറ്റിയാണ്. അത് പ്രസന്റിലാണ്, എന്താണെന്ന് അറിയാത്ത അവസ്ഥ. ഈ ഒരു അൺസർട്ടൺ മൊമെന്റിൽ നിങ്ങളുടെ ബാലൻസിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി നിങ്ങൾക്ക് ചുവടുറപ്പിച്ച് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് അൺസർട്ടണിറ്റി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ വിശ്വാസം, ഒരു ഹോപ്പ്, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിസ്റ്റിക് ഐ ഉണ്ടാവും. ഓപ്പർച്യൂണിറ്റീസ് തനിയെ തന്നെ റിവീലായി വരുന്നതാണ് നിങ്ങളുടെ മുന്നിൽ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അതായത് ഒരു മാജിക് വിൽ ഹാപ്പൻ എന്നുള്ളതാണ്. ആൻഡ് വാട്ട് യു ക്യാൻ എക്സ്പെക്ട് എന്നുള്ളതിന് നമുക്ക് മിറാക്കിൾസ് കിട്ടിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സംഭവിക്കില്ല
എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാനായിട്ട് പോകുന്ന ഒരു എനർജി. ഇവിടെ ഡബിൾ റെയിൻബോ ആ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഡ്രീംസ് റിയാലിറ്റി ആകാൻ പോകുന്ന ഒരു മാസമായിരിക്കും ഇത്. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ഈ മാസം നടന്നു എന്നല്ല, അതിനൊരു ആദ്യ പടി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായി വരുന്നു, നിങ്ങൾക്ക് അതിന് വേണ്ട ഹോപ്പ് ലഭിക്കുന്നു. ഇത് പലർക്കും പല രീതിയിലാണ്. യൂണിവേഴ്സ് ഹാസ് യുവർ ബാക്ക്. നിങ്ങൾ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ആദ്യം വിശ്വസിക്കുക. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ല യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഗുഡ് ഫോർച്യൂൺ, ബ്യൂട്ടി, ഇതൊക്കെ നിങ്ങളിലേക്ക് വരികയാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ റിയാലിറ്റി ആയിട്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഇവിടെ നമുക്കൊരു മാസ്കുലൈൻ എനർജി, വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു മാസ്കുലൈൻ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ലവ്, റിവാർഡ്സ്, ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മെയിൽ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ഹൂഎവർ, നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും ഈ ഒരു മാസം. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്തിട്ടുള്ളതിനൊക്കെ നിങ്ങൾക്കൊരു റിവാർഡ്, റെക്കഗ്നീഷൻ, മറന്നു കിടന്നിരുന്ന പല കാര്യങ്ങൾക്ക് പോലും അംഗീകാരം ലഭിക്കുന്ന ഒരു സമയം. ഒരുപാട് നാളായിട്ട് തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഫ്ലോ ആയിരിക്കാം, അതിനൊക്കെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവുന്നു. ചില വ്യക്തികൾക്ക് കുറേ മാസങ്ങളായിട്ട് അവരുടെ സാലറി പെൻഡിങ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ സാലറി ഹൈക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് സെപ്പറേറ്റഡ് ആയി പോയ റിലേഷൻഷിപ്പ് തിരികെ വരാനുള്ള സാധ്യത. ആൻഡ് ഇത് നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സ്, ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് പേരെങ്കിലും ഇവിടെ കുറച്ച് സ്റ്റബേൺ ആണ്. ഒരു ട്രാൻസ്ഫോർമേഷന് അധികം അങ്ങോട്ട് മനസ്സുകൊണ്ട് ഈസി ആക്കി കൊടുക്കുന്നില്ല. നിങ്ങൾ യൂണിവേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ചേഞ്ച് ലൈഫിൽ വരാൻ അനുവദിക്കുക. കാര്യം നിങ്ങളുടെ ഓവറോൾ തീം വന്നിട്ട് സ്റ്റെബിലിറ്റി ആണ്. അപ്പൊ നിങ്ങളുടെ വേരുകൾക്ക് ബലമുണ്ടെങ്കിലേ, അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ബലമുണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓൺ ആൻഡ് ഓഫ് ആയി ഇരിക്കുന്ന റിലേഷൻഷിപ്പുകൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവണമെങ്കിൽ പേഷ്യൻസ് വേണം. നിങ്ങളുടെ ജോലി സ്ഥിരപ്പെടുത്താൻ, നിങ്ങൾക്ക് എല്ലാ കാര്യവും നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഒരു പേഷ്യൻസ് ആവശ്യമാണ്. മനോബലവും ഡിറ്റർമിനേഷനും ഒക്കെ ആവശ്യമാണ്. അത് മനസ്സിൽ ഉറപ്പിക്കുക. ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ കരിയർ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏസ് ഓഫ് ഇൻസ്പിറേഷൻ, യെസ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കരിയർ ഫീൽഡുകളിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് ഗുണം ഉണ്ടാകുന്ന ഒരു മാസമാണ്. ഓവറോൾ നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു വ്യത്യസ്തത, നിങ്ങൾ എന്നും പോയി ഇരിക്കുന്ന ഓഫീസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം, പക്ഷെ അവിടെ നിങ്ങൾക്കൊരു പുതുമ ഫീൽ ചെയ്യാൻ, ഒരു ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷൻ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന മാസമായിരിക്കും. ഓവറോൾ അത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ ഫിനാൻസ് ചെറിയ രീതിയിലൊന്ന് സ്റ്റക്ക് ആവുന്ന ഒരു സമയം. അതായത് സ്റ്റക്ക് ആവുന്നത് നിങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾക്ക് അതിലേക്കൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതൊരു നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഗുണമാണ്. പക്ഷെ കറന്റ്ലി നിങ്ങൾക്ക് ഒരു സ്റ്റക്നെസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതുപോലെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സന്തോഷമാണ്, സംതൃപ്തിയാണ്, സാറ്റിസ്ഫാക്ഷൻ ആണ്. കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളുടെ ഒരു സോൾമേറ്റ്, അതല്ലെങ്കിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറെ മീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ളവർക്ക് നല്ല രീതിയിൽ അവരുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്നാൽ സെപ്പറേഷനിലുള്ളവർക്ക് ഒരു റിയൂണിയനും ഫൈറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കപ്പിൾസിന്. എന്നാൽ നിങ്ങൾക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ വളരെ ഉണ്ടാവുന്ന, പാഷനേറ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു മാസമാണ്. എങ്കിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനെ ചൊല്ലിയിട്ട് ഈഗോ ക്ലാഷസ് ഒക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ അതനുസരിച്ച് പേഷ്യൻസോട് കൂടിയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ
ഫിസിക്കൽ ഹെൽത്ത് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ചില വ്യക്തികൾക്ക് ഇവിടെ സോഡിയം അവരുടെ ശരീരത്തിൽ കുറഞ്ഞ് ഇരിക്കുന്ന വ്യക്തികളാണോ എന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ അയഡിൻ, അയൺ, വൈറ്റമിൻസ് അതൊക്കെ സപ്ലിമെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ആൻഡ് ഇമോഷണൽ ഹെൽത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം ഇതൊരു ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു മന്താണ്. കുറേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഈ സ്മൂത്ത് ആയിട്ട് കംഫർട്ട് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല. പക്ഷെ ഈ ഒരു മാസം നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ട ഒരു പ്രോഗ്രസ് ഇവിടെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ കുറെ അധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ. ഇതിനെല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് മെന്റലി കുറച്ചൊരു ക്ലാരിറ്റി കുറവ് ഉണ്ടാവുകയും ഇമോഷൻസിനെ കൺട്രോളിൽ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുകയും കുറച്ചൊരു ഡിപ്രസീവ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര ഹാപ്പി, നാളെ ഭയങ്കര സങ്കടം, 2 ദിവസം ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, പിന്നെ 2 ദിവസം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ടും സങ്കടപ്പെട്ടും റീസൺ അറിയാതെ കരച്ചിൽ വരിക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാര്യം ഇവിടെ സൂപ്പർ മൂൺ ആണ്. അപ്പൊ ഇമോഷൻസ് കുറച്ച് ഹൈ ആയിരിക്കും ഫോർ ഗ്രൂപ്പ് നമ്പർ 1 ഈ ഒരു മന്ത്. ഇവിടെ നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് അത് നടക്കുന്നത്. ദിസ് ഇസ് യുവർ അഡ്വൈസ് കാർഡ്. അപ്പം ഈ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അത് ഈസി അല്ല. പക്ഷെ നിങ്ങളെ പെർഫെക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ പോകണം. പെർഫെക്റ്റ് ഇൻ ദ സെൻസ് നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക്, നിങ്ങളുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുക. ദാറ്റ്സ് നോട്ട് ഈസി എന്നുള്ളത് ആദ്യം അഡ്മിറ്റ് ചെയ്യുക. പക്ഷെ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യണമെന്നുള്ളവർക്ക് ഇത് തരണം ചെയ്തേ മതിയാകൂ. അതല്ലാതെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നാൽ മതി എന്നുള്ളവർക്കാണെങ്കിൽ ഇതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരിക്കാം. സോ യു ഡിസൈഡ് വാട്ട് യു നീഡ് എന്നുള്ളത്. ഇവിടെ നമുക്ക് അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു ത്രൈവിങ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ചെറിയ ചാലഞ്ചുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസ്സഹായമായിട്ട് നിൽക്കേണ്ട അവസ്ഥകൾ വരുന്നു. അതിനെ തരണം ചെയ്യേണ്ട മനോബലം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണ്ടതെല്ലാം യൂണിവേഴ്സ് കൊണ്ടുതരുന്നുണ്ട്. ആഗ്രഹിക്കുക, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നല്ല രീതിയിൽ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാതെ ചാലഞ്ചസിനെ എല്ലാം ഈസി ആയിട്ട് മറികടക്കാനായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ റീഡിംഗ് ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ സെഷൻ, കൺസൾട്ടേഷൻ, മൈൻഡ് മാസ്റ്ററി ലെസൺ, സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ത്രൂ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെന്റ്സ് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ആയിട്ടാണ്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 2 ട്രാൻസ്ഫോർമേഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കും. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നിങ്ങളുടെ ഓവറോൾ തീം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു ഓവറോൾ തീം വന്നിട്ട് ബാഡ് ഗേൾ സ്പിരിറ്റ്, ബി ഫിയർലെസ് ആൻഡ് ബോൾഡ്. ആൻഡ് നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു മാസം? സ്പെസിഫിക് ആയിട്ട് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? എൻലൈറ്റ്മെന്റ്. വാവ്. നിങ്ങളുടെ കരിയർ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം. കരിയർ ഓക്കെ. ആൻഡ് യുവർ ഫിനാൻസ്. വാവ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, മാരേജ്, ഫിസിക്കൽ ഹെൽത്ത്
ആൻഡ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്. നിങ്ങളുടെ അഡ്വൈസ് കാർഡ് എന്താണ്? ഓക്കെ, നമുക്കത് ഇവിടെ വയ്ക്കാം. നമുക്ക് ടാരോ ചാൻസ് നോക്കാം, വാട്ട് യു ക്യാൻ എക്സ്പെക്ട് എന്നുള്ളത്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ഓവറോൾ തീം വരുന്നത് നമ്പർ 4 ബാഡ്ജർ സ്പിരിറ്റ് ആണ്. ഇതൊരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു മാസം നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിരിക്കും. എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും യൂണിവേഴ്സിന്റെ ഒരു ടൈമിങ്ങിൽ, ഒരു ഡിവൈൻ ടൈമിങ്ങിലും യൂണിവേഴ്സിന്റെ ഒരു പ്ലാനിലും നിങ്ങൾക്കൊരു ഫെയ്ത്ത് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ട ബെസ്റ്റ് ആണ് കൊണ്ടുതരുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്കൊരു ന്യൂ റിലേഷൻഷിപ്പിന്റെ ഒരു ബിഗിനിങ് ഉണ്ട്. ഒരു ഗ്രീൻ ലൈറ്റ് തരുന്നുണ്ട്. റെസിസ്റ്റ് ചെയ്യാതെ ഇരിക്കുക. അതുപോലെ ഭയമില്ലാതിരിക്കുക. പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ അത് പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ഭയപ്പെടാതിരിക്കുക. അതുപോലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ, ഒരു ഫസ്റ്റ് മൂവ് എടുക്കാനായിട്ടും നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഇവിടെ ഫിയർലെസ് ആൻഡ് ബോൾഡ് ആണ്. യു ഹാവ് ടു ബി വെരി ബോൾഡ്. ജീവിതത്തിനെ വളരെ മെച്യൂർ ആയിട്ട് കാണേണ്ട ഒരു സമയമാണ്. കാര്യം ജീവിതം അതിൻ്റെ ട്രൂ എസൻസ് നിങ്ങളെ കാണിച്ചു തരാൻ, ദ നേക്കഡ് ട്രൂത്ത് നിങ്ങളെ കാണിച്ചു തരാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങളുടെ ഭാവി അവിടെ തുറന്നിരിപ്പുണ്ട്. സില്ലി ആയിട്ടുള്ള മാറ്റേഴ്സിൽ വിഷമിച്ചിരിക്കാതെ, പേടിച്ചിരിക്കാതെ, ധൈര്യപൂർവ്വം ഒരു കാലെടുത്ത് വെച്ചാലാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് വിശ്വസിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് എൻലൈറ്റ്മെന്റ് ആണ്. അതിൻ്റെ ഒരു ഡബിൾ കൺഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു കീ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കുമുള്ള ഒരു ഓപ്പണിങ്, ഹിഡൻ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് തുറക്കപ്പെടുകയാണ്, നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുകയാണ്. ദ കീ ടു സക്സസ് നിങ്ങൾ മനസ്സിലാക്കാൻ പോവാണ്. തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിവുകൾ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ സക്സസ്, ഫിനാൻസിനെ കുറിച്ചായിരിക്കാം, ഹെൽത്തിനെ കുറിച്ച്. എന്താണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത്, എനിക്ക് എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു ആൻസർ നിങ്ങളിലേക്ക് റിവീൽ ചെയ്യപ്പെടുകയാണ് യൂണിവേഴ്സിൽ നിന്ന്. കാരണം നിങ്ങൾ ആ ആൻസേഴ്സ് റിസീവ് ചെയ്യാനുള്ള മെച്യൂരിറ്റി, ബോൾഡ്നെസ്, ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ യൂണിവേഴ്സ് നിങ്ങളെ വിശ്വസിച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്ത് തരുന്ന ഒരു എനർജിയാണ്. ആൻഡ് ഇവിടെ നമുക്ക് 2 ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് നിങ്ങൾക്ക് റിവാർഡ്സ്, നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ആൻഡ് ഇവിടെ കോൾഡ് കൺട്രീസിലേക്കൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു തടസ്സം, ഒരു ബ്ലോക്കേജ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളോട് ലോയൽ ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, അത് നിങ്ങളുടെ കുടുംബത്തിലാവാം അല്ലെങ്കിൽ വർക്ക് പ്ലേസിലാവാം, അവര് നിങ്ങൾക്ക് ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു തോട്ട് നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളിൽ ചെറിയ രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് നിങ്ങളുടെ കരിയർ എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കരിയറിൽ വരുന്നുണ്ട്. ഇപ്പം വർക്ക് പ്ലേസിൽ. അപ്പൊ ആ ഒരു കാര്യം, വ്യത്യസ്തമായിട്ടുള്ള കാര്യം, ഇതുവരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ ഇത്ര മാറ്റം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആ മാറ്റം എന്ന് പറയുന്നത് എപ്പോഴും ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ഓവറോൾ തീം തന്നെ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ്. 40 അഗെയിൻ നമ്പർ 4 ആണ്. സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഈ ഒരു മാസം ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. വളരെ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഒലച്ചിലുകളൊന്നുമില്ല. അപ്പൊ ഈ കരിയറിൽ ഈ ഒരു വ്യത്യസ്തതയെ മാനേജ് ചെയ്തു പോവാൻ, സ്പെഷ്യലി നിങ്ങളൊരു ടീം വർക്കിലാണെങ്കിൽ, അല്ലെങ്കിൽ ടീം ലീഡ്, ടീം ഹെഡ് ഒക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് കുറെ പേര് മാനേജ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, പലരും പല ക്യാരക്ടറിലും, പല ബിഹേവിയറിലും, പല തോട്ട് പ്രോസസ്സിലും ഒക്കെ ഉള്ളവരെ ഒന്നിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. അതെല്ലാം നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിലും വ്യത്യസ്തരായിട്ടുള്ള ക്ലയൻസിനെ നിങ്ങൾക്ക് ഒന്നിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അപ്പൊ അവിടെ നിങ്ങൾക്ക് അതിനുള്ള മനോബലം, അതിനുള്ള അണ്ടർസ്റ്റാൻഡിങ്, ആ എൻലൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത്
ഇൻസ്റ്റിങ്സ് ഫോളോ ചെയ്ത് തന്നെ അത് ചെയ്യുക. അവിടെ തളർന്നിരിക്കാതിരിക്കുക. മനോബലം ആവശ്യമാണ്. ആൻഡ് നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ ഇരട്ടി ഒരു ഇൻകം നിങ്ങൾക്ക് ഈ മാസം വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് സോഴ്സ് എന്ന് വരുന്നുണ്ട്, മൾട്ടിപ്പിൾ സോഴ്സ് എന്ന് വരുന്നുണ്ട്. ചില വ്യക്തികൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി, പാഷൻ, അതെന്നൊക്കെ ഒരു എക്സ്ട്രാ ഇൻകം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു എനർജി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ലേഡി, ഒരു ഫീമെയിൽ എനർജി, അവരിൽ നിന്ന് ഫിനാൻഷ്യലി ഹെൽപ്പ്, സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന സമയം, അതായത് റിലേഷൻഷിപ്പിന്റെ ഒരു ഫാൻസി പീരീഡ് അല്ലെങ്കിൽ ഒരു ഹണിമൂൺ ബബിൾ ഫേസ് കടന്ന് റിയാലിറ്റി ഓഫ് എ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കാലുകൂട്ടുകയാണ്. അതായത് നോയിങ് ഈച്ച് അതർ, ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ഇന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അതിപ്പോൾ നിങ്ങൾ എത്ര വർഷമായിട്ടുള്ള റിലേഷൻ ആണെങ്കിലും നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പോവാണ്, ആ വ്യക്തിയുടെ ഉള്ളു നിങ്ങൾ അറിയാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം പുറമേ കാണുന്നതല്ല ഉള്ളിൽ എങ്കിൽ, അത് നല്ല രീതിയിലും നെഗറ്റീവ് രീതിയിലും ആണെങ്കിലും മനസ്സിലാക്കുക. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾക്ക് പല ഷെയ്ഡ്സ് ഉണ്ടായിരിക്കും. ആ വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്യോ, ആ വ്യക്തിയെ സ്നേഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ പല ഷെയ്ഡ്സും കൂടെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും ചാലഞ്ചിങ് അല്ലാതെയും കൊണ്ടുപോകാൻ, സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നൊരു മാസമാണ്. ചില വ്യക്തികൾ ഇവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് സെപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വിഷ് ഫുൾഫിൽമെന്റ് എന്തായിരുന്നു എന്ന ലെവലിലേക്ക് നിങ്ങളുടെ മാരീഡ് റിലേഷനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ചില വ്യക്തികൾ ഇവിടെ മാരേജ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മാരേജ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മാരേജ് ഫിക്സ്ഡ് ആവുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. യു അട്രാക്ടിങ് ദ റൈറ്റ് പാർട്ട്ണർ. ആൻഡ് യുവർ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ചിലവർക്ക് ജിമ്മിൽ പോകാനാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചിലവർ യോഗ, മെഡിറ്റേഷൻ, അതല്ലെങ്കിൽ ഡാൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മെന്റലി ഓൾസോ വളരെയധികം നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. കാര്യം നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ തന്നെ ഇമോഷൻസിനെ മനസ്സിലാവുന്നുണ്ട്, സോളുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് സ്പ്ലെൻഡർ ആണ് നിങ്ങൾക്കൊരു അഡ്വൈസ് കാർഡായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ എൻലൈറ്റ്മെന്റ് എന്തിനാണ് ഇവിടെ എൻലൈറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഹെയർ എഫൻഡ് എന്ന് പറയുമ്പോൾ സ്പിരിച്വലി നിങ്ങൾ എലിവേറ്റഡ് ആവുകയാണ്. കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലും നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരും സൊസൈറ്റിയും എല്ലാം കൽപ്പിച്ചു കൂട്ടിയിരിക്കുന്ന പല കാര്യങ്ങൾക്കും അപ്പുറം നിങ്ങൾ ഉയരുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് വളരെ വലിയ രീതിയിലുള്ള അബണ്ടൻസ് വരാനുണ്ട്. ഇതിനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡിനറി ലൈഫിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട്. അതിനാദ്യം ഓർഡിനറി തോട്ട്സ് നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം. അങ്ങനെയുള്ള ഒരു തോട്ട്സ് നിങ്ങളിൽ വരുമ്പോൾ ഭയപ്പെടാതിരിക്കുക, പകച്ചു നിൽക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആവശ്യമാണ്, സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
ഓക്കെ, നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 3 സ്ട്രെങ്ത് കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ് ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഓവറോൾ തീം എന്തായിരിക്കും നോക്കാം. നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഗ്രാസ് ഹോപ്പർ സ്പിരിറ്റ് വന്നിട്ടുണ്ട്. നമ്പർ 30. ഐ ലൈക്ക് ദിസ് പിക്ചർ. നല്ല ഭംഗിയുള്ള ഗ്രാസ് ഹോപ്പർ. വാവ്. ഇനി നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഈ ഒരു മാസം നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക? ഓവറോൾ കറേജ്. ഓക്കെ, വാവ്. നമുക്ക് ടാരോ ചാൻസ് നോക്കാം. വാട്ട് യു കെൻ എക്സ്പെക്ട് ദിസ് മന്ത്. ഓക്കെ, നൗ നിങ്ങളുടെ കരിയർ എങ്ങനെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ജോബ് എങ്ങനെ ഉണ്ടാവും നോക്കാം. അവേക്കനിങ്, നിങ്ങളുടെ ഫിനാൻസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, മാരേജ്. ഓക്കെ, physical health and mental health. ആൻഡ് നിങ്ങളുടെ അഡ്വൈസ് കാർഡും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, സസ്റ്റനൻസ്. ഓക്കെ, നിങ്ങളുടെ ഓവറോൾ തീം വരുന്നത് ഗ്രാസ് ഹോപ്പർ ആണ്. നമ്മൾ പച്ചക്കുതിര അല്ലേ, അതിനെ നമ്മളൊരു ലക്ക് ഫാക്ടർ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ഫിനാൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഇപ്പൊ ഒരു ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നൊരു എനർജിയിലാണ് നിങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനത്തെ ഒരു എനർജിയാണ് വരാൻ പോകുന്നത്. എന്ത് കാര്യവും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പുറകോട്ടേക്കല്ല പോകുന്നത്. നിങ്ങൾ കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെയാണ്, ജീവിതത്തിലെ പുരോഗമനത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഗുഡ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് വിശ്വസിക്കാൻ ആവാത്ത വിധത്തിൽ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നൗ ഇസ് എ ടൈം ടു ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഭാഗ്യം തെളിയുന്ന സമയമാണ്. ആ ഒരു ട്രസ്റ്റ് നിങ്ങളിൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഈ ഒരു മാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിനെ ഭയപ്പെടാതെ അതിനെ നേരിടാനായിട്ടുള്ള ഒരു കറേജ് നിങ്ങൾക്ക് ആവശ്യമാണ്, ഒരു മനോബലം. ഇവിടെ ഭയങ്കര ശക്തിയായിട്ട് അടിക്കുന്ന തിരമാലകളാണ്. അതായത് ശക്തിയിൽ അടിക്കുന്ന തിരമാലകളാണെങ്കിലും ഒന്നും പറ്റാതെ അതിനെ തടുത്തു നിർത്തുന്ന മൗണ്ടൻസിനെ നമുക്കിവിടെ കാണാം. ഈ പാറ പോലെ ഉറച്ച മനസ്സും ആ ഒരു കറേജ് നിങ്ങൾക്ക് ആവശ്യമായ സമയമാണ്. നമുക്ക് ക്രൗൺ റിവേഴ്സ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കറേജ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി മിസ്സാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് ടൈം ടു അഡ്രസ് ദ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയില്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ മനസ്സിൽ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന, അല്ലെങ്കിൽ മൂടി വെക്കുന്ന ആങ്സൈറ്റി ഇഷ്യൂ, അല്ലെങ്കിൽ ഭയം, മറച്ചു വെക്കുന്ന ഒരു കാര്യം ഒക്കെ മൂടി വെക്കുന്നുണ്ട്, കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ഗ്രോത്തിന് തടസ്സം നിൽക്കുന്നത്. അതിനെ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുള്ള സമയമാണ്. അതുപോലെ നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജീസ് നിങ്ങളിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈവിൾ ഐ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഇതിനെല്ലാം എന്താണ് ആവശ്യം? കറേജ് ആണ്, മെന്റൽ സ്ട്രെങ്ത് ആണ് ആവശ്യം. ആൻഡ് ഓക്കെ, പ്രൊട്ടക്ഷൻ യൂണിവേഴ്സിന്റെ അതൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതെല്ലാം കൂടെ നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വിക്ടറി ഉണ്ടാവുന്നുണ്ട്, പീസ്, മനസമാധാനം, സക്സസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങളുടെ കരിയറിനെ സംബന്ധിക്കുന്നിടത്തോളം, അല്ലെങ്കിൽ ജോലി, നിങ്ങൾ ഓൾറെഡി ജോബ് ചെയ്യുന്നവരാണെങ്കിൽ, you will be forced to go through
ചാലഞ്ചിങ് സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അവിടെ നിങ്ങൾ തിരിച്ചറിയാൻ പോവാണ് വാട്ട് ഈസ് എ റിയൽ ടാലന്റ്. നിങ്ങൾക്ക് ജോലിയിൽ എന്താണ് നിങ്ങളുടെ യഥാർത്ഥ കഴിവ്, നിങ്ങളോട് യഥാർത്ഥമായിട്ട് സ്നേഹം കാണിക്കുന്നവർ ആരാണ്, നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ ചതിക്കുന്നവർ ആരാണ്, അതുപോലെ യഥാർത്ഥമായിട്ട് നിങ്ങളുടെ കരിയർ വൈസ് ഉള്ള ലക്ഷ്യം എന്താണ്, ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു സമയമാണ്. ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നിങ്ങൾക്ക് നടത്തേണ്ടി വരുന്ന ഒരു മാസമായിരിക്കും. അത് നല്ലതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി ഹോപ്പ് കൈവിടാതെ അതിനെ ത്രൈവ് ചെയ്യുക. ജോബ് നോക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം നോക്കിക്കൊണ്ടിരിക്കുന്ന ജോലി നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള സോൾ പർപ്പസുമായിട്ടുള്ളതാണോ എന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ജോബ് ലഭിക്കാത്തത്. നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കർമ്മ കണ്ടെത്തി അതിലേക്ക് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾ ഇന്നത് പഠിച്ചു അല്ലെങ്കിൽ ഇന്നതാണ് ഇത്ര നാൾ നോക്കിയത് അതുകൊണ്ട് ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം, പക്ഷെ റിസൾട്ട് ഒന്നുമില്ല, എന്നാലും നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുന്നത് കൊണ്ട് നല്ലതാണ്. ആൻഡ് അങ്ങനെ ഒന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട്. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതും ഇതും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഫിനാൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സംതൃപ്തിയും സമാധാനവും, ഫിനാൻസ് ഈ ഒരു മാസം വളരെ സ്മൂത്ത് ആയിരിക്കും. അമിത ചെലവുകൾ അങ്ങനെയൊന്നും ഉണ്ടാവാതെ നിങ്ങൾക്ക് കൺട്രോളിൽ നിർത്താൻ സാധിക്കുന്നതാണ്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ, നിങ്ങൾക്ക് സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്ക് ഒരു പുതുമ, ഒരു ന്യൂ എനർജി ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒന്നിച്ച് ട്രിപ്പ് പോവുക, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന വെരി പോസിറ്റീവ് എനർജി. ആൻഡ് നിങ്ങളുടെ മാരേജ് റിലേഷൻഷിപ്പിൽ ഒരു റെവലേഷൻസ് ഉണ്ടാവും. അതായത് കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, പക്ഷെ പുതിയതായിട്ടൊക്കെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് തിരിച്ചറിയുന്ന, മനസ്സിലാക്കി വരുന്നൊരു സമയം. അതല്ലെങ്കിൽ കുറേ നാളുകളായിട്ടൊക്കെ നിങ്ങളുടെ മാരേജ് റിലേഷൻഷിപ്പിൽ ഫൈറ്റ്സ് ഒക്കെ ഉണ്ട്. സെപ്പറേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അതും പോസിബിൾ ആകുന്ന ഒരു സമയമാണ്. വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു ഫ്രം ദ മാരേജ്, അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഈ മാസം. ആൻഡ് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് വളരെ സ്ട്രോങ് ആകുന്നുണ്ട്. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആകുന്നുണ്ട്. നിങ്ങളുടെ അപ്പിയറൻസിലും നിങ്ങളുടെ എക്സ്റ്റേണൽ ലുക്കിലൊക്കെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആകുന്ന ഒരു സമയമാണ്. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ പുതിയ രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈൽസ് ഒക്കെ പരീക്ഷിക്കാനുള്ള താല്പര്യം ചില വ്യക്തികളിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് പേർക്കൊരു അഡ്മറേഷനും ഉണ്ടാകുന്നുണ്ട്. ആൻഡ് യു ആർ വെരി കമ്മിറ്റഡ് ടു മെയിൻറ്റെയിനിങ് യുവർ ഫിസിക്കൽ ബ്യൂട്ടി എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടായി വരുന്നതാണ്. ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ചില വ്യക്തികളൊക്കെ ഇവിടെ പാസ്റ്റ് മെമ്മറീസിൽ സ്റ്റക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് റിസ്കുകൾ എടുക്കാൻ ഭയമുണ്ടാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നതൊന്ന്, എന്നാൽ ഇപ്പോൾ ഉള്ളത് വേറൊന്ന്, എന്നാൽ ആ വേറൊന്നിനെ വിട്ടിട്ട് വേണം ആഗ്രഹിക്കുന്നത് നേടാനെങ്കിൽ അതിനുള്ളൊരു ഭയം. അതുകൊണ്ട് കംഫർട്ട് സോണിൽ ഇരിക്കുക. മനസ്സിനൊരു സമാധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളതിൽ സംതൃപ്തി ഉണ്ട്, പക്ഷെ അതാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ആഗ്രഹിക്കുന്നതിലേക്ക് പോകാനുള്ള ഒരു സ്ട്രെങ്ത് നേടിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു മാസം നിങ്ങളുടെ ഓവറോൾ തീം മാസ്റ്റർ കാർഡായിട്ട് എടുത്തിരിക്കുന്നത് തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന യുദ്ധങ്ങളെ ഇന്റേണലിയും എക്സ്റ്റേണലിയും ഫൈറ്റ് ചെയ്ത് ത്രൈവ് ചെയ്ത് സമാധാനത്തിൻ്റെ വെള്ളക്കൊടി പറപ്പിക്കാനായിട്ടുള്ള മനോബലം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എല്ലാ രീതിയിലും ആന്തരികമായിട്ട് ഉള്ള സമാധാനവും ഒക്കെ തന്നെ സസ്റ്റനൻസ് ആണ്. 7, നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടായിരിക്കും ഈ മാസം തുടങ്ങുന്നത്. ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ മാനസികമായിട്ട് സ്ട്രെങ്ത് വേണം. മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ എലിഫന്റിന്റെ റൂം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ പേടിച്ചിരുന്ന ഒരു കാര്യം, അതല്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചു വെച്ചിരുന്ന കാര്യം, നിങ്ങൾ തന്നെ നിങ്ങളോട് കണ്ണടച്ച് വെച്ചിരുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം നിങ്ങൾ മറികടന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടാത്ത അത്രയും ഉയരത്തിലേക്ക് നിങ്ങൾ പറക്കുകയാണ്. അപ്പോൾ ആ ഒരു എനർജി നേടിയെടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് എനർജിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു
പവർ നിങ്ങൾക്ക് ഡിവൈൻ തരുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് യുവർ അഡ്വൈസ് കാർഡ്. അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മനോബലം നേടിയെടുക്കണം. ആ ഹീലിംഗ് പ്രോസസ്സ് അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള യുദ്ധങ്ങളും പുറത്തുനിന്ന് വരുന്ന യുദ്ധങ്ങളും എല്ലാം സ്ട്രൈവ് ചെയ്യാനുള്ള മനോബലം നേടിയെടുക്കണം എന്നുള്ളതാണ്. ഓൾ പോസിറ്റീവ് കാർഡ്സ്. ഈ ഒരു എലിഫന്റ് എന്ന റൂമാണ് നിങ്ങൾ തേർഡ് ഗ്രൂപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു തകർച്ചയിലൂടെ ആയിരിക്കും നിങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് എത്തുക. ഒരു ടവർ മൊമെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അതിനെ ത്രൈവ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സൈക്കോളജിക്കൽ സെഷൻ ആവശ്യമാണ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആവശ്യമാണ്, സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെന്റ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.